ഈ നാടിന് ഇത് എന്ത് പറ്റി? ഒരിടത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥര്, ഒരിടത്ത് യൂത്ത് കോൺഗ്രസ്, ഒരിടത്ത് ലാത്തി ചാർജ്, വേറൊരിടത്ത് വെല്ലുവിളി. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. എന്തെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമോ? മുഖ്യമന്ത്രിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ എവിടെയെല്ലാം കരിങ്കൊടി കാണിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അറഞ്ചം പൊറഞ്ചമാടി. അത് പിന്നെ ഇത്തിരി മനുഷ്യസ്നേഹം കൂടുതലായോണ്ട് ജീവൻ രക്ഷാപ്രവർത്തനം നടത്താനും അവരെന്നെ വേണ്ടി വരുമല്ലോ. നിങ്ങളെല്ലാം ഇതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാളിതിൻ്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. പിന്നെ CMA ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടാ. പ്രതിഷേധിക്കുന്നവരെ എന്നും അങ്ങോട്ട് തല്ലി ഒതുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവാൻ പോവാണോ എന്നൊരു ഭയം. ഞങ്ങൾ പ്രതിരോധിക്കാൻ തീരുമാനിച്ചേക്കുക. ഞങ്ങൾ പ്രകോപനത്തിനില്ല, പക്ഷെ പ്രതിരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ തല്ലുകൊള്ളാനില്ല, ഞങ്ങൾ പ്രതിരോധിക്കും. ഇന്ന് പ്രതിരോധിച്ചു, നാളെയും പ്രതിരോധിക്കും. അത്രേ ഉള്ളൂ. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ. എന്തേ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സമരം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞവരൊക്കെ എന്തേ? കഷ്ടപ്പെട്ടത് വെറുതെ. കാര്യം യൂത്ത് കോൺഗ്രസ്സുകാർ സമരമൊക്കെ നടത്തി, പക്ഷെ എപ്പോഴത്തെയും പോലെ ഇപ്പോഴും പണി പാളിയോ എന്നൊരു സംശയം. ഒന്നുമില്ല, കുറച്ച് ആവേശം കൂടി പോയി, അത്രേ ഉള്ളൂ. തിരിച്ചടിക്കണം, തിരിച്ചടിക്കണം, തിരിച്ചടിക്കും, ഒരു സംശയവും വേണ്ട. സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും. നോക്കിക്കോ, അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ചേ പ്രഖ്യാപനം നടത്താവും. നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കണ്ട. അതുകൊണ്ട് ആ പ്രഖ്യാപനം തന്നെ ഞാനിവിടെ പറഞ്ഞതുപോലെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന കാര്യം മനസ്സിലാക്കി പിന്തിരിയുക. കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും, ഒരു സംശയവും വേണ്ട. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് ഇവരുടെ ചോര വീണ ആ ചോരച്ചാലികളെ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട. ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണിവർ. നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ല, ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. പുറത്തു നിന്ന് പറയാനല്ല, കൂടെ ഉണ്ടാകും. ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. ചങ്കിനകത്ത് താളമട്ടിക്കണ്, തക്കിട്ട മേളമട്ടിക്കണ്. കയ്യും കാലം പെറക്കണ്, പെട്ടക്കണ്, തുട്ടിക്കണ്. പെരുത്ത് കയറാണ്, വെള്ളച്ചപ്പാട്ടുകൾ പറഞ്ഞു തുള്ളണം. ശരി, തിരിച്ചടിച്ച് എല്ലാരും ശരിയാക്കി തരാന്ന് സതീശേട്ടൻ അപ്പൊ പറഞ്ഞത് സീരിയസ് ആയിട്ടാണല്ലേ? അതല്ല, അദ്ദേഹം അത് ആ വികാരം കൊണ്ട് പറഞ്ഞതാകാം. കാരണം ഈ കുട്ടികളെ ഇത്രയും ഭീകരമായി എല്ലായിടത്തും മർദ്ദിക്കുന്നു, ഒരു നടപടിയും പോലീസ് എടുക്കുന്നില്ല. അതിൽ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് മർദ്ദിക്കുന്നു, DYFI ഗുണ്ടകൾ മർദ്ദിക്കുന്നു. ഇതെന്ത് നടപടിയാണ്? അതിനെല്ലാം മുഖ്യമന്ത്രി പിന്തുണ കൊടുക്കുന്നു. എവരാണ് ഭാവി കേരളത്തിന്റെ വാഗ്ദാനമെന്നാണ്? ഈ ഗുണ്ടകളാണ് ഭാവി കേരളത്തിന്റെ വാഗ്ദാനമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അല്ല ചെന്നിത്തലജി, ഇതങ്ങനെയല്ല. ഈ വികാരം കുറച്ച് കൂടുതലാ. എന്തായാലും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞതുപോലെ യൂത്തന്മാർ അതുപോലെ തന്നെ അനുസരിച്ചിട്ടുണ്ട്. പോലീസുകാരെ കല്ലെറിയ, പോലീസുകാരുടെ വാഹനം അടിച്ചു തകർക്കുക, തടിക്കഷ്ണങ്ങൾ എറിയ, അങ്ങനെ തിരിച്ചടിക്കുന്നു പറഞ്ഞ പോലെ തന്നെ പിള്ളേർ ചെയ്തിട്ടുണ്ട്. എന്തൊരു അനുസരണയുള്ള കിടാങ്ങളാണ്. കമ്പോ കല്ലോ പോലും ഞങ്ങളുടെ കയ്യിലില്ല, കൊടി പോലും ഇല്ല. ഈ DCCയുടെ പടി കടന്നകത്ത് കയറിയിട്ട് പിടിക്കാൻ പറ്റുന്ന പോലീസുകാരൻ വരട്ടെ. കമ്പോ കല്ലോ പോലും ഞങ്ങളുടെ കയ്യിലില്ല, കൊടി പോലും ഇല്ല. സമരക്കാരെ സമര സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരും ഒരു ക്രൈമും ചെയ്തിട്ടുണ്ടോ? സമരക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ആരും ഒരു ക്രൈമും ചെയ്തിട്ടുണ്ടോ?
അച്ചോടാ കമ്പോ കല്ലോ കയ്യിലില്ലാന്ന്. ഷോ അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ സമരത്തിന്റെ പേരിൽ ഇക്കണ്ട ആക്രമണങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടില്ലേ? അതൊക്കെ ഫേക്ക് വിഷ്വലായിരിക്കുമല്ലേ? എന്തായാലും കുറെ കാലം കൂടി യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു സമരം ചെയ്തതാണ്. അതങ്ങനെ തെരുവ് യുദ്ധമായി. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പോലീസുകാരെ പ്രകോപിപ്പിച്ച് ലാസ്റ്റ് ലാത്തി ചാർജ് വാങ്ങിക്കൂട്ടി. ഞാൻ പിടിച്ചു മാറ്റാൻ പോയ ആളല്ലേ? പിടിച്ചു മാറ്റാൻ പോയ ആളെ എന്നെ സി ഐ തല്ലിയില്ലേ? സി ഐ എന്താ പറഞ്ഞത്? പിടിച്ച് ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ട്, ആളുകളെ മാറ്റാൻ സംസ്ഥാന പ്രസിഡന്റാണോ തല്ലുന്നത്? അങ്ങനെ ഞാൻ പ്രകോപിതനായില്ലല്ലോ. പോലീസ് വാഹനം അടിച്ചു തകർത്തു, പോലീസിന് നേരെ കല്ലെറിഞ്ഞു, പോലീസിന്റെ ഷീൽഡ് അടിച്ചു തകർത്തു. അത്രയല്ലേ ചെയ്തുള്ളൂ? അതിനെ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. മാത്രമല്ല രാഹുലേട്ടൻ ചോദിച്ചത് കേട്ടില്ലേ, മൂപ്പരൊന്നില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അതെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കായിരുന്നില്ലേ? ഓ വ്യാജ പ്രസിഡന്റ് ആണെന്നുള്ള നാട്ടുവർത്താനുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും രാഹുലേട്ടനൊരു വില ഇല്ല അല്ലേ? പിന്നെ സംയമനം പാലിച്ച് നിൽക്കുന്ന പോലീസുകാർ ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ, നിങ്ങളുടെ സന്നദ്ധ സേവനം ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ തുണിമേ പിടിച്ചിട്ടുള്ള പോലീസുകാരൻ അവന്മാരെ കണ്ടിട്ട് ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അതിനകത്തൊരു തർക്കവും വേണ്ട. SFI-കാരൻ സമരം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. ഞാൻ അക്രമിച്ചു വിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടതല്ലേ? പിടിച്ചു മാറ്റാൻ പോയി എന്നെ എത്ര തവണയാണ് പോലീസുകാർ പറഞ്ഞത്? SFI-യുടെ സെക്രട്ടറി ഉള്ള സമീപനം ഇതായിരുന്നു. നോക്കട്ടെ, അവർ പരമാവധി ഫോഴ്സ് ഉപയോഗിക്കട്ടെ. 1.5 മണിക്കൂറായിട്ട് ഫൈറ്റ് നോക്കുമല്ലോ, നോക്കട്ടെ. ഇവര് യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ, അപ്പൊ പോലീസുകാർക്ക് പെണ്ണായാലും ആണായാലും വസ്ത്രം വലിച്ചു കീറാം. പക്ഷേ SFI കുട്ടിയാണെങ്കിൽ അത് പറ്റില്ല കേട്ടോ. അപ്പൊ ചുഞ്ചുരുവാവെന്ന് കൊഞ്ചിച്ചുകൊണ്ട് കൊണ്ടുപോകണം. ഇവിടുത്തെ ഒരു നാട്ടു നടപ്പ് അങ്ങനെയാണ്. നമുക്ക് നേതാക്കന്മാരുടെ കാര്യം നോക്കാം. പോലീസിന്റെ അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഫുൾ അപമാനം, PM മാഷാണെങ്കിൽ ഹീറോടാ. അത് പിന്നെ അങ്ങനെയല്ലെങ്കിൽ കപ്പിത്താൻ കോപിക്കും. അതുകൊണ്ടാ നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമര രീതിയെ കുറിച്ച് താത്വിക ആചാരന്മാർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഒരു സംഘർഷം ഉണ്ടായില്ല. അവിടെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ VD സതീശന്റെ നേതൃത്വത്തിൽ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയത്. എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഇതുപോലെ ആത്മസംയമനം പാലിച്ച ഒരനുഭവം ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ചരിത്രത്തിലില്ല എന്ന് എല്ലാ മീഡിയയും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ, ആത്മസംയമനം എന്താന്ന് ഇവിടുത്തെ പോലീസുകാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പോലും അറിയില്ല. അവരാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരത്തിൽ ഇങ്ങനെ സംയമനം പാലിച്ചു നിന്നത്. അറിയാലോ, ദേഷ്യം വന്ന പ്രതിഷേധമാണെന്നൊന്നും നോക്കില്ല, ആറഞ്ചം പുറഞ്ചാടി തരുന്നു. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവര് കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസിന് നേരെ കടന്നാക്രമണം നടത്തുകയില്ല. പോലീസിനെ അടിച്ച് പരിക്കേൽപ്പിക്കുക, അവരുടെ എല്ലാ സാധന സാമഗ്രികളും പിടിച്ചെടുക്കുക, അടിച്ചു പൊളിക്കുക, ഇതൊക്കെ ഇതുവരെ സാധാരണ കേട്ട കേൾവിയുള്ളതല്ല. ഇത് തികച്ചും തെറ്റായ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ രീതിയിലുള്ളതല്ല. വലിയ കടന്നാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലായത് ഇതൊന്നും ശരിയല്ല കേട്ടോ. പോലീസുകാർക്കെതിരെയുള്ള ഇങ്ങനത്തെ ആക്രമണങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷെ കാര്യം കൂടി കാണിക്കണവരെ പോലീസുകാർക്ക് തല്ലി ചതിക്കാം. അതാണ് ഇവിടുത്തെ ഒരു ജനാധിപത്യ രീതി അല്ലേ പക്ഷേ? എന്തായാലും പ്രതിഷേധിക്കുന്നവരൊക്കെ അടിച്ചൊതുക്കി ശീലിച്ചവർക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമരം നല്ല ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുടെയും വിപ്ലവ കുഞ്ഞുങ്ങളുടെയും യുദ്ധം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരിതൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.